ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 23, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഏതൊരു പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പോലും നമ്മൾ അതിനുവേണ്ടി തന്നെ ഡെയിലി സമയം കണ്ടെത്തിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. വിജയിക്കണമെന്ന ആ ഒരു വാശി നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അവരുടെ വിജയത്തിന് കുറച്ചുകൂടി സാധ്യത കൂടുകയുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ ചെറിയ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പം ജെഡിസ് കറണ്ട് അഫേഴ്സും ഒരു ചെറിയൊരു കോഴ്സ് നൽകുന്നുണ്ട്. അതായത് ഒരു വർഷം നൽകുന്ന ഒരു ചെറിയ ലെവലിലുള്ള കോഴ്സ് ആണ്. അതായത് വരാൻ സാധ്യതയുള്ള ജനറൽ നോളേജും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെയും എല്ലാ ആഴ്ചയിലും ഉള്ള ഒരു ടെസ്റ്റ്. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 1 മണിക്കൂർ കറണ്ട് അഫേഴ്സ് ആയി ബന്ധപ്പെട്ട ഡിസ്കഷനുണ്ട്. കേവലം 1000 രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ജോയിനിങ് ഫീ. അതല്ലാതെ പ്രത്യേകിച്ചൊരു ഫീസും ഒന്നുമില്ല. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം 9895254480. എല്ലാ ആഴ്ചയിലും നൽകുന്ന ടെസ്റ്റും അതുപോലെ തന്നെ ജനറൽ നോളേജും റീസണിംഗ് എബിലിറ്റിയെ ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല വിജയം ഉണ്ടാവുകയും ചെയ്യും. സോ പ്ലീസ് ജോയിൻ. ഇന്ന് സെപ്റ്റംബർ 23 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രസിഡന്റ് ദ്രൗപദി മുർമു ടു പ്രസന്റ് 71st നാഷണൽ ഫിലിം അവാർഡ്സ് ഇൻ ന്യൂഡൽഹി. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ന്യൂഡൽഹിയിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു സമ്മാനിക്കും. ഇന്ന് 71st നാഷണൽ ഫിലിം അവാർഡ് നൽകുന്ന ദിവസമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് ഈ അവാർഡ് നൽകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 23 ന്യൂഡൽഹിയിൽ നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വിജയികൾക്ക് ആരാണ് അവാർഡുകൾ സമ്മാനിക്കുക? പ്രസിഡന്റ് ദ്രൗപദി മുർമു. നേരത്തെ പ്രഖ്യാപിച്ച ഫിലിം അവാർഡ്സ് ആണ്. എന്നാൽ ഈ അവാർഡ് നൽകുന്നത് ഇന്നാണ്. അതായത് 71st നാഷണൽ ഫിലിം അവാർഡ് സെറിമണി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. 23 സെപ്റ്റംബർ, അതായത് ഇന്ന്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഈ അവാർഡ് നൽകുന്നത്. അതായത് ദ ഫിലിം അവാർഡ്സ്, നാഷണൽ ഫിലിം അവാർഡ് ജേതാക്കൾക്ക് അവാർഡ് നൽകുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മികച്ച ഫീച്ചർ ഫിലിം അവാർഡ് ഏത് ചിത്രത്തിന് നൽകും? 12th ഫെയിൽ എന്ന ചിത്രത്തിനാണ് ഈ പ്രാവശ്യത്തെ 71st നാഷണൽ ഫിലിം അവാർഡിൽ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് മികച്ച നടനുള്ള അവാർഡ് ആർക്കാണ് ലഭിക്കുക? ഷാരൂഖ് ഖാൻ, വിക്രന്ത് മാസി. രണ്ടുപേർക്കാണ് ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ലഭിക്കുന്നത്. ഒന്ന് ജവാൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ച വിക്രാന്ത് മാസിക്കാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് മികച്ച നടിക്കുള്ള അവാർഡ് ആർക്കാണ് ലഭിക്കുക? ആക്ട്രസ് റാണി മുഖർജി. റാണി മുഖർജിയാണ് 71st നാഷണൽ ഫിലിം അവാർഡിൽ ദ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് നേടുന്നത്. 2023 ഏറ്റവും അഭിമാനകരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് ആർക്കാണ് ലഭിക്കുക? മോഹൻലാൽ. ഇന്നലത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിലെ ഒന്നായിരുന്നു മോഹൻലാൽ ആണ് 2023 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹനായിട്ടുള്ളത്. ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഈ അവാർഡ് നൽകുക. മോഹൻലാൽ ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിക്കുകയാണ്. ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. കേരളത്തിൽ 2 പേർക്ക് മാത്രമേ ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ, മറ്റൊന്നിപ്പോൾ മോഹൻലാൽ ആണ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ ഗോൾഡൻ ലോട്ടസ് അവാർഡ്, സ്വർണ്ണക്കമ്മൽ, 10 ലക്ഷം രൂപ ക്യാഷ് അവാർഡ്, മെഡൽ, ഒരു ഷാൾ എന്നിവ ആർക്കാണ് ലഭിക്കുക? മോഹൻലാൽ. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന വ്യക്തിക്കാണ് ഗോൾഡൻ ലോട്ടസ് അവാർഡ്, അതായത് സ്വർണ്ണക്കമ്മൽ എന്ന ഈ അവാർഡ് നൽകുന്നത്. 10 lakh rupees ആണ് ഇതിൻ്റെ അവാർഡ് തുക. ഒപ്പം തന്നെ മെഡൽ കൂടാതെ ഷോൾ എന്നിവ ലഭിക്കുന്ന ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡ് എന്ന് പറയാൻ സാധിക്കും. അത് വാങ്ങാൻ പോകുന്ന പേഴ്സൺ ആണ് മോഹൻലാൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ISLRTC ഓർഗനൈസേഴ്സ് പ്രോഗ്രാം ടു സെലിബ്രേറ്റ് സൈൻ ലാംഗ്വേജ് ഡേ 2025. 2025 ആംഗ്യഭാഷാ ദിനം ആഘോഷിക്കുന്നതിനായി ISLRTC പരിപാടി സംഘടിപ്പിക്കുന്നു. സൈൻ ലാംഗ്വേജ് ഡേ എന്നാണ് ആഘോഷിക്കുന്നത്. ISLRTCയുടെ ഫുൾ ഫോം എന്താണ്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകമെമ്പാടും വർഷം തോറും അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്?
സെപ്റ്റംബർ 23. ഇന്ന് സെപ്റ്റംബർ 23 ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജ് ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. നമുക്കറിയാം സൈൻ ലാംഗ്വേജ് എന്താണെന്ന്, അതായത് ആംഗ്യ ഭാഷ. ഇതിലൂടെ തന്നെ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്, അതായത് സെപ്റ്റംബർ 23. ഇതേ ദിവസം തന്നെയാണ് സെപ്റ്റംബർ 23 നാഷണൽ ഫിലിം അവാർഡ് ദാന ചടങ്ങും ഉള്ളത്. ഇന്ത്യൻ ആംഗ്യഭാഷ ഗവേഷണ പരിശീലന കേന്ദ്രം സാമൂഹികനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നത്? വികലാംഗരുടെ ശാക്തീകരണ വകുപ്പ്. അതായത് ISLRTC എന്നാൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ. ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് അണ്ടറിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഈ ഒരു മിനിസ്ട്രി ആണ്, അതായത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജ് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇന്ന് ആഘോഷിക്കുന്നത്. 2025 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? നോ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് സൈൻ ലാംഗ്വേജ് റൈറ്റ്സ്. നോ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് സൈൻ ലാംഗ്വേജ് റൈറ്റ് എന്ന ഒരു തീം ബേസ് ആണ് ഈ പ്രാവശ്യത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യസ് ഡിഫൻസ് ഇൻഡസ്ട്രി അച്ചീവ്സ് 1.5 lakh crore. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം 1.5 ലക്ഷം, അതായത് 1.5 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു. ഇതൊരു അപ്ഡേഷൻ ആണ്. സാധാരണയായിട്ട് മിക്കവാറും വരുന്ന കറണ്ട് അഫയേഴ്സിലെ ഒന്നാണ്, അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിന്റെ വളർച്ച. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ്, അതായത് ഇന്ത്യ ഇപ്പോൾ 1.5 ലക്ഷം കോടി രൂപയുടെ അച്ചീവ്മെന്റ് ആണ്, നേട്ടമാണ് ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 22 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം എന്താണ്? 1,50,000 കോടി രൂപ. ഡിഫൻസ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ ഇന്ത്യ 1.5 ലക്ഷം കോടി രൂപയുടെ ആ ഒരു അസറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ 22 ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹം ഇപ്പോൾ മൊറോക്കോ എന്ന രാജ്യം സന്ദർശിക്കുകയാണ്. ഈ ഒരു വേളയിൽ ആണ് മൊറോക്കോയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഡിഫൻസ് പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുള്ളതും. അതായത് അബ്രോഡ്, വിദേശത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഡിഫൻസ് പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുള്ള രാജ്യം എന്ന് പറയുമ്പോൾ അത് മൊറോക്കോ ആണ്. ഇന്നലെയാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് മൊറോക്കോയിൽ എത്തിയിട്ടുള്ളതും മൊറോക്കോ ആയിട്ടുള്ള നല്ലൊരു ഡിഫൻസ് ഡീൽ നടന്നിട്ടുള്ളതും. 2025 സെപ്റ്റംബർ 22 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞനുസരിച്ച് പ്രതിരോധ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി എന്താണ്? 23,000 കോടി രൂപ. 23,000 crore റുപ്പീസിന്റെ കയറ്റുമതിയാണ് ഈ കഴിഞ്ഞ വർഷം ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട് എക്സ്പോർട്ടിംഗ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ഹാസ് സെറ്റ് എ ലാർജ് ഓഫ് എക്സ്പാൻഡിംഗ് ഇറ്റ്സ് നേവൽ സ്ട്രെങ്ത് ടു ഓവർ 200 വാർഷിപ്പ്. ഇന്ത്യയുടെ നാവികശക്തി 200-ലധികം യുദ്ധക്കപ്പലുകളായി വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഒരു വാർത്തയാണ്, അതായത് ഇന്ത്യൻ നേവിയുടെ ആ സ്ട്രെങ്ത് അത് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. ഇന്ത്യൻ നേവി ഓരോ വർഷം പുതിയ പുതിയ കപ്പലുകൾ ഇന്ത്യൻ നേവിയുടെ ഭാഗമാക്കുകയാണ്. 200 വാർഷിപ്പ് ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നേടാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2035 ഇന്ത്യൻ നാവികസേനയുടെ നാവികശക്തിയുടെ ലക്ഷ്യം എന്താണ്? 200-ലധികം യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് അതിനേക്കാളും വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിക്കുക. അതായത് 200-ലധികം യുദ്ധക്കപ്പലുകളും അന്തർവാഹിനി കപ്പലുകളുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതായത് 2035 കൂടി ഇന്ത്യക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കപ്പൽശാലകളാണുള്ളത്. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊൽക്കത്തയിലുള്ള GRSC, മുംബൈയിലെ മെസഗോൺ ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, വിശാഖപട്ടണം, ഗോവ എന്നിവയെല്ലാം തന്നെ ഇന്ത്യയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസ് ആണ്. 2030 ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൽ എത്ര പുതിയ കപ്പലുകൾ ചേരും? 54 കപ്പലുകൾ. അതായത് ഇപ്പോൾ ഇന്ത്യ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പല പല കപ്പലുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 2030 ഇന്ത്യയിൽ 54 കപ്പലുകൾ ആണ് ഇനിയും ആഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ആ ഒരു നേവിയുടെ സ്ട്രെങ്ത്തിലേക്ക്. ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി വരുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. അതനുസരിച്ച് ഇന്ത്യൻ നേവി വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഏത് വർഷമാണ് ഇന്ത്യ സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ, മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും എന്ന ദർശനം ആരംഭിച്ചത്? 2015 മാർച്ച് 12. സാഗർ എന്നാൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ആ ഒരു പ്രദേശങ്ങളിൽ ഇന്ത്യ നൽകുന്ന സെക്യൂരിറ്റി, അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വിഷൻ ആണ് സാഗർ എന്ന വിഷൻ. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2015 മാർച്ച് 12 2015 മാർച്ച് 12 ഏത് രാജ്യത്തെ സന്ദർശന വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഗർ എന്ന ദർശനം പ്രഖ്യാപിച്ചത്? മൗറീഷ്യസ് വിസിറ്റ്. 2014 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. 2015 മൗറീഷ്യസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിസിറ്റ്. ആ ഒരു സമയത്താണ് 2015 മാർച്ച് 12 സാഗർ എന്ന ആ ഒരു വിഷൻ അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സാഗർ എന്നാൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് ആനന്ദ് കുമാർ വേൽകുമാർ ബാഗ്സ് ഗോൾഡ് ഇൻ 42 കിലോമീറ്റർ മാരത്തോൺ. 42 കിലോമീറ്റർ മാരത്തോണിൽ ആനന്ദ് കുമാർ വേൽകുമാർ സ്വർണം നേടി. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പുരുഷന്മാരുടെ 42 കിലോമീറ്റർ മാരത്തോണിൽ സ്വർണം നേടി 2025 ചൈനയിൽ നടന്ന ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ഇന്ത്യയുടെ ആനന്ദ് കുമാർ വേൽകുമാർ. ഇന്ത്യയുടെ ആനന്ദ് കുമാർ വേൽകുമാർ ആണ് 42 കിലോമീറ്റർ മാരത്തോൺ, അത് സ്കേറ്റിംഗ്, ആ ഒരു മേഖലയിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള ഇന്ത്യൻ പ്രൊഫഷണൽ സ്കേറ്റർ. 2025 ചൈനയിൽ നടന്ന ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആനന്ദ് കുമാർ വേൽകുമാർ എത്ര മെഡലുകൾ നേടി? 2 സ്വർണവും 1 വെങ്കലവും. സ്കേറ്റിംഗ് എന്ന ആ ഒരു മേഖലയിൽ പ്രൊഫഷണൽ താരമായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആനന്ദ് കുമാർ വേൽകുമാർ. ഇതിനു മുമ്പ് ആ ഒരു മേഖലയിൽ അത്ര ഒരു പവർഫുൾ ആയിരുന്നില്ല ഇന്ത്യ. എന്നാൽ ഈ പ്രാവശ്യത്തെ വേൾഡ് സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്, ഇതിൽ ഇന്ത്യക്ക് 2 ഗോൾഡ് ആൻഡ് 1 ബ്രോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ആനന്ദ് കുമാർ വേൽകുമാർ ആണ് 2 ഗോൾഡ് നേടിയിട്ടുള്ളത്. ഒന്ന് 42 കിലോമീറ്റർ മാരത്തോൺ, മറ്റൊന്ന് 1000 മീറ്ററിലാണ് അദ്ദേഹം റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്നാമത്തേത് ബ്രോൺസ് ലഭിച്ചിട്ടുള്ളത് 500 മീറ്റർ സ്പ്രിന്റിലാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.